ഹലോ, നമുക്കിന്ന് ചെറിയൊരു സ്ലീപ്ലെസ് നൈറ്റ് വീഡിയോ കണ്ടാലോ? രാത്രി 12:30യും പാതിരാവിലെ 3:30യും വരെ ഇരുന്ന് തയ്ക്കാൻ മാത്രമുള്ള ഓർഡറൊന്നും ഞങ്ങൾ പിടിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, KCB ചതിച്ചു. കറക്റ്റ് ടൈമിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് ഞങ്ങളുടേത്. പക്ഷെ എന്ത് ചെയ്യാനാ, കറണ്ട് കട്ടായിരുന്നു. ഇൻവെർട്ടർ ഒത്തിരി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു രീതിയിലും കറണ്ട് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് പലതും പെൻഡിങ്ങിലായിപ്പോയി. പിന്നെ ചില കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റമർ ആയാൽ പോലും ഞങ്ങൾ രാത്രി 3 മണിയൊക്കെ ആയപ്പോഴാണ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സാധനം എത്തിക്കുന്നത്. അവർ ആ സമയം വരെ അവർ ഉറങ്ങിപ്പോയിരുന്നു. എന്നാലും എടുത്തപ്പോൾ അവർ ദേഷ്യമൊന്നും പെടാതെ, ചില കസ്റ്റമേഴ്സൊക്കെ രാത്രി നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി കൊടുത്താലും അവർ കൂടുതലും ഇങ്ങോട്ട് വഴക്ക് പറയുക ചെയ്യുക. കാരണം രാത്രി ആയല്ലോ, അവരുടെ ഉറക്കം കളഞ്ഞല്ലോ എന്നോർത്ത്. നമുക്ക് പിന്നെ ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ചിലരൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ച് തരാം എന്ന് പറഞ്ഞാലും ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞ്, ഇപ്പം നമ്മൾ നമ്മുടെ ഉറക്കം കളഞ്ഞ് മറ്റൊരാൾ പിറ്റേ ദിവസം രാവിലെ അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരൊരുങ്ങി പോട്ടെ എന്ന് വിചാരിച്ച്, പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത്. നമുക്ക് നമ്മളെ വിശ്വസിച്ചൊരു സാധനം തന്നു, അപ്പം നമുക്കത് അവർ നിരുത്സാഹപ്പെടുത്തരുതെന്നോ അല്ലെങ്കിൽ നിരാശപ്പെടുത്തരുതെന്നോ ഒരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളത്ര റിസ്ക് എടുത്തിട്ട് ഇവർക്കൊക്കെ കറക്റ്റ് സമയത്ത് എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ പോയാലും ഞങ്ങളുടെ ഷോപ്പിൽ തരുന്നവർക്ക് ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെടുത്താതെ അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവർക്ക് വെച്ചടിച്ച പോലെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ കറക്ഷനൊന്നും വരാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതുമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 2:15 ആയി. പിന്നെ അവരുടെ വീട് കുറേ ദൂരെയായിരുന്നു. 3/4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് അവരുടെ വീട്ടിലെത്താൻ പറ്റിയത്. അതും കുറച്ച് ഊട് വഴിയൊക്കെ ആയിരുന്നു. എങ്കിലും അവർ വളരെ നന്നായി കോപ്പറേറ്റ് ചെയ്തു. കാരണം വിളിച്ചപ്പോൾ പോലും മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നു തന്നു. സത്യത്തിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു വീട്ടിൽ കയറിയപ്പോൾ. ഗേറ്റൊന്നും തുറക്കാൻ നിന്നില്ല. അത് അവരുടെ വീട് തന്നെ ആണോ എന്നുള്ളൊരു ഡൗട്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ കാലമാണല്ലോ, വീട്ടിൽ വല്ലതും ആരെങ്കിലും കുത്തിക്കൊന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ നിലയിലായാലോ? അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്നാലും ഗേറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് പോയാലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ അവസാനം ഒന്നും കൂടി വിളിച്ചു. 2, 3 തവണ വിളിച്ചിട്ട് എടുത്തില്ല. പിന്നെ ഒന്നും കൂടി വിളിച്ചപ്പോൾ എടുത്തിട്ട് പിന്നെ വേഗം വാതിൽ തുറന്നു തന്നു. അങ്ങനെ ഞങ്ങൾ സാധനം കൊടുത്തു. അപ്പോൾ ഒരു സമാധാനമായിരുന്നു. അവരൊരുപാട് താങ്ക് യു പറഞ്ഞു. കാരണം പിറ്റേ ദിവസമായിരുന്നു അവരുടെ കുട്ടിക്ക് സ്കൂളിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. പിന്നെ അവരുടെ വീടിൻ്റെ അടുത്തുള്ള 1, 2 പേർക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർക്കത് കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ കടയിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്നു. ഒരു 3:30, 3:45, 4 മണി വരെയാണ് കടയിലുണ്ടായിരുന്നത്. കാരണം അത്രയും കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. അപ്പോൾ കസ്റ്റമേഴ്സിനോടൊക്കെ താങ്ക് യു.